റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, ഘടകകക്ഷികളുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കില്ല കോൺഗ്രസ് തീരുമാനം എന്നുള്ള കാര്യത്തിൽ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചകളുടെ ഇടയിൽ തന്നെ ഉണ്ടാവുകയാണ്. സോണിയാഗാന്ധിയിലുള്ള പ്രതീക്ഷ ഇപ്പോഴും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാരത്തൺ ചർച്ചകൾക്കിടയിലും, നേതാക്കൾ മാത്രം വട്ടത്തിലിരിക്കുന്ന മാരത്തൺ ചർച്ചകൾക്കിടയിലും ഇപ്പോഴും തീരുമാനമാകാതെ നീളുന്നത് എന്തുകൊണ്ടാണ്? മാധു, ഏതാണ്ട് 4 മണി കഴിയുമ്പോൾ തുടങ്ങിയ യോഗമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ, അതിൽ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, ഒപ്പം രമേശ് ചെന്നിത്തല, അതിനൊപ്പം സണ്ണി ജോസഫുമുണ്ട്, നിരീക്ഷകരുണ്ട്. ആ യോഗത്തിൽ ആദ്യം മുതൽ തന്നെ അവർ അവരുടെ നിലപാട് പറഞ്ഞതാണ്. ഇനി അതിൽ ഏറ്റവും വെല്ലുവിളിയായി മാറുന്നത് ഈ കാര്യം കെ.സി. വേണുഗോപാലിനെ നിയമസഭാ കക്ഷി നേതാവായി തീരുമാനിക്കുന്ന ആ കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും ബോധ്യപ്പെടുത്തണം, രമ്യമായി അത് പ്രഖ്യാപിക്കാനുള്ള അവസരമൊരുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ആ ചർച്ചകളാണ്, അവരെ ബോധ്യപ്പെടുത്താനുള്ള സമയം മാത്രമാണ് ഇനി എടുക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലും കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ആഘോഷത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നിനപ്പുറത്തേക്ക് ഈ തീരുമാനം വൈകിപ്പിക്കില്ല എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനമായ തീരുമാനം വൈകാതെ വരും എന്ന കണക്കുകൂട്ടലാണ്. കാരണം ഇനി ഇതിൽ എന്തെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇനി ഇവർ വഴങ്ങാതിരിക്കുകയാണെങ്കിൽ, നേരത്തെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രാജിവെക്കുന്ന തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് വി.ഡി. സതീശനൊക്കെ പോവുകയാണെങ്കിൽ അവരെ എങ്ങനെ അനുനയിപ്പിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാവും. അവിടെ എന്തെങ്കിലും ഒരു സമവായ ഫോർമുലകൾ ഉണ്ടാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ഇതിൽ ഏതാണ്ട് 2.5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ. സാധാരണ രാഹുൽ ഗാന്ധിയൊന്നും ഇത്രയും സമയം ഒരു സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും കടുംപിടുത്തം തുടരുകയാണെന്ന വാർത്തകൾ വന്നത്. റോഷി, സ്വാഭാവികമായും ഈ തീരുമാനം വന്നാൽ ആദ്യം കാക്കുന്ന പ്രതികരണവും വി.ഡി. സതീശന്റെ തന്നെയാണ്. അനുകൂലമായ നിലപാടോ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള തീരുമാനമോ സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് അങ്ങനെ തന്നെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ എടുക്കും. മാധവതാണ്. കാരണം വി.ഡി. സതീശൻ അതിൽ ഉയർത്തിയ ന്യായവാദങ്ങൾ, ആ ന്യായവാദങ്ങൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പറവൂർ MLA സ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണിയാണ് അവിടെ ഉയർത്തുന്നത്. സ്വാഭാവികമായും അത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. നേരത്തെ നോബിൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് ലഭിച്ച മിന്നും വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന തരത്തിലേക്ക് തർക്കങ്ങൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഈ തർക്കങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയാണ് അനുനയ നീക്കങ്ങൾ സജീവമായി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. ഇനി സമവായ ഫോർമുലകൾ ഉരുത്തിരിഞ്ഞു വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പല സാധ്യതകളുണ്ട്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ നിർത്തി അതിൽ പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ, ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം അത് വി.ഡി. സതീശന് നൽകിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. മാത്രവുമല്ല, വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന 1-2 പേരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന സാധ്യത കൂടി പരിശോധിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത ഇനി ആഭ്യന്തര വകുപ്പ് നേരെ വി.ഡി. സതീശന് കൈമാറുക എന്നതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഈ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം, ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ വി.ഡി. സതീശന് നൽകിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം, അങ്ങനെയെങ്കിൽ പിന്നീട് രമേശ് ചെന്നിത്തലയെ മറ്റേതെങ്കിലും തരത്തിൽ ഒരു പദവി നൽകേണ്ടി വരും. ഒരുപക്ഷെ ഹൈക്കമാൻഡിൽ ദേശീയ തലത്തിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പറിച്ചു തടുക എന്ന ഒരു നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നേരത്തെ ദീർഘകാലമായി ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പാരമ്പര്യം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അങ്ങനെ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി പദവിയിലേക്ക് വി.ഡി. സതീശനെ നിയമിച്ചുകൊണ്ട് ഒരു സമവായ നീക്കം ഉണ്ടാകുമോ എന്നത് പ്രധാനമാണ്. കാരണം പറവൂർ MLA സ്ഥാനം വി.ഡി. സതീശൻ രാജിവെക്കുന്ന തരത്തിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ വെട്ടിലാക്കും. മാത്രമല്ല, അത് കോൺഗ്രസിന്റെ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും. അത് കോൺഗ്രസിനും UDF-നും വലിയ അവമതിപ്പുണ്ടാക്കും. അങ്ങനെ ഒരു ചർച്ച പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് വി.ഡി. സതീശന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. അങ്ങനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനും ദീർഘകാലം പാർട്ടിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ചരിത്രവുമില്ല. അതുകൊണ്ട് വി.ഡി. സതീശന് അത്തരം ഒരു കടുത്ത നിലപാട് സ്വീകരിക്കില്ല എന്ന ആത്മവിശ്വാസമാണ്. എല്ലാവർക്കും സന്തോഷത്തോടെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയണം. അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. അങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. ഈ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ദീപദാസ് മുൻഷിയും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒപ്പം വി.ഡി. സതീശനും എല്ലാവരും, കെ.സി. വേണുഗോപാലും എല്ലാവരും കൈകോർത്ത് അത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഞങ്ങൾ ഐക്യത്തോടെ എടുത്ത തീരുമാനമാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു ചിത്രമാണ് കാഴ്ച കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. ആകാംക്ഷയിലേക്ക് കണ്ണു നട്ട് KPCC ആസ്ഥാനത്തിരിക്കുന്ന നേതാക്കളുടെ ദൃശ്യങ്ങളാണ് തൊട്ടു മുൻപ് പ്രിയ പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് AICC ആസ്ഥാനത്തെ ദൃശ്യങ്ങളാണ്. ഡൽഹി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ദില്ലിയിൽ നിന്ന് എത്തേണ്ടതുണ്ട്. ആ തീരുമാനം കാത്ത് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ആ തീരുമാനം വന്നാൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന തീരുമാനം വന്നാൽ വിജയാഹ്ലാദ പ്രകടനങ്ങളോടുകൂടി ഒരുമിച്ച് ഒറ്റ മനസ്സായി മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ആകാംക്ഷയുള്ളതാണ്. സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ഘടകകക്ഷികൾ എന്ത് തീരുമാനമെടുക്കും എന്ന ചോദ്യം ബാക്കിയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ KPCC ആസ്ഥാനത്ത് നിന്നുള്ളതാണ്. നേതാക്കൾ എല്ലാവരും തന്നെ വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടുകൊണ്ട് ദില്ലിയിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ VD അനുകൂലികളുടെ വലിയ പ്രതിഷേധവും ശക്തിപ്രകടനവും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. നടപടികളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട തൊട്ടിപ്പുറത്ത് നമ്മൾ കാണുന്നത് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിക്ക് മുൻപിലുള്ള കാഴ്ചയാണ്. വലിയ മാധ്യമ പട തന്നെ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഏത് സമയത്തും അവിടെ നിന്ന് തീരുമാനങ്ങൾ വരാം. നമുക്കറിയാം, ഈ ചർച്ചകൾക്കിടയിലും ഹൈക്കമാൻഡിൽ നിന്ന് കൃത്യമായ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഘടകകക്ഷി നിലപാടുമായി ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ അങ്ങനെ, കോൺഗ്രസിൽ നിന്ന് എടുക്കുന്ന തീരുമാനമാണെങ്കിൽ അങ്ങനെ കൃത്യമായ വാർത്തകൾ വരുന്നുണ്ട്. ആർക്കനുകൂലമായ വാർത്തകളാണ് പുറത്തേക്ക് വരിക എന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനമുണ്ട്. അത് അങ്ങനെ തന്നെ പ്രാബല്യത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് VD സതീശന്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ടായത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ പറവൂർ വിട്ടു നൽകാമെന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടായി എന്നാണ് അറിയുന്നത്.